അബ്ദുന്നാസർ മഅദനിക്ക് നാളെ നബിദിന പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല മക്കളെ. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഒരൊറ്റ സഹോദരനും ഒന്നിന്റെ പേരിലും എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റില്ല നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ പൊന്നോമന പെങ്ങന്മാർക്ക് പറയാൻ പറ്റില്ല നാളെ നിശ്ചയിച്ചിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. മരണം ഏത് നിമിഷവും വരുമ്പോൾ ആ മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കാവുന്ന അവസ്ഥ വരണമെങ്കിൽ ഉള്ളില് ഹറാമായ ഭക്ഷണം പോകാതിരിക്കണം സഹോദരങ്ങളെ. ഹറാമായ ഭക്ഷണം പോകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? പലിശ വാങ്ങുന്നവര് കൈപൊക്കാൻ പറഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല. നിഷിദ്ധമാണ് പലിശ എന്നറിയാം, പലിശ ഹറാമാണെന്നറിയാം, പലിശ എന്നറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഒരാൾ പോലും പലിശ വാങ്ങുന്നവരുണ്ടാവില്ല. പക്ഷേ പലിശ വാങ്ങുന്നവർ മാത്രമാണ് തെറ്റുകാരെന്നല്ല മുത്തളി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആകിലു റിബാ വമൂകിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പലിശ തിന്നുന്നവൻ മാത്രമല്ല, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ എല്ലാവരും നരകത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്. അടിവരയിട്ട് കേൾക്കണേ ഉമ്മമാരെ, അടിവരയിട്ട് കേൾക്കണേ അനുജന്മാരെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ പലിശയ്ക്ക് 70 പാപമുണ്ട്. അതിലേറ്റവും ചെറിയ പാപം, ഇങ്ങേയറ്റത്തെ പാപം സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പലരോടും ചോദിക്കുമ്പം പറയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു 10% പലിശയാ, പക്ഷേ ഒരു വീട് വെക്കണ്ടേ ഉസ്താദേ, വണ്ടി സിസിക്ക് എടുത്തു, കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തു. എന്റെ പൊന്നോമന മകനെ, എന്റെ പൊന്നോമന യുവാവേ, എന്റെ പ്രിയപ്പെട്ട അനുജ, ഹറാമായ ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്ന വണ്ണം നീ നേരം വിളിക്കുമ്പോൾ കടയിലേക്ക് പോവുകയാ. നീ 2 ലക്ഷോ 5 ലക്ഷോ 10 ലക്ഷോ ലോൺ എടുത്തിട്ട് നീ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുകയാ. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് വൈകുന്നേരം നിനക്ക് 1000 ലാഭം കിട്ടുകയാ. നീ നല്ല വിലപിടിപ്പുള്ള കാറിൽ സുന്ദരമായി യാത്ര ചെയ്ത് നിന്റെ വീട്ടിലേക്ക് നീ വരികയാ. നിന്റെ ഭാര്യയും മക്കളും ഒത്തിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം നീ കഴിക്കുകയാ. നിന്റെ പൊന്നോമന മക്കൾ നാട്ടിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാ. നിന്റെ മക്കളെ നീ കാറിൽ രാവിലെ കൊണ്ട് സ്കൂളിൽ വിടുകയാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങി കൊടുക്കുകയാ. നിന്റെ വീടാണെങ്കിലോ സുന്ദരമായ വീടാണ്, പക്ഷെ ഇതിലെല്ലാം പലിശയുടെ അംശമുണ്ട്. നിന്റെ വീടിന്റെ ഭിത്തിയിൽ നീ ഒന്ന് ചാരി നിൽക്കുമ്പോൾ നീ ഹറാമിലേക്കാണ് ചാരി നിൽക്കുന്നത്. നീ വെള്ളം കുടിക്കുമ്പോൾ നീ ഹറാമായ വെള്ളമാണ് കുടിക്കുന്നത്. നിന്റെ പൊന്നോമന മകന് നീ പാല് വാങ്ങി കൊടുക്കുമ്പോൾ നീ ഹറാമായ പാലാണ് കൊടുക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് നീ പർദ്ദ വാങ്ങി കൊടുക്കുമ്പോൾ ഹറാമായ വസ്ത്രമാണ് വാങ്ങിക്കൊടുക്കുന്നത്. നീ പള്ളിയിലെ മുസ്ലിയാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹറാമാണ് നീ ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഹറാമിനകത്ത് കിടന്ന് കെട്ടിമറിയുകയാണ്. നിന്റെ രക്തം ഹറാമാണ്, നിന്റെ മാംസം ഹറാമാണ്, നിന്റെ ശരീരം ഹറാമാണ്. നീ ഹറാമുള്ളിലേക്ക് പോയിട്ട് റബ്ബിനോട് നീ കുനിഞ്ഞു കിടന്ന് എത്ര വിളിച്ചാലും റബ്ബ് കേൾക്കൂല.